ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാന്ന്, എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാവുന്നത്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഒന്നും സാരമില്ലാന്നേ, എല്ലാം ശരിയാവും. ഇവൻ ആരുടെ കേസാണ് പറയുന്നതെന്ന് അറിയാവോ? രേണുസുതിയുടെ കുടുംബത്തിൽ വന്ന സമയത്ത് ആർക്കും ഇഷ്ടമല്ല. സാറേ, ഒരു വെള്ളക്കടലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടില്ല സാർ. എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എന്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാന്നത്ര ദൂരം ഞാൻ പോകും. ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരടുത്തും മിണ്ടത്തില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ബാല, നീ വിഷമിക്കാണ്ടിരിക്കേ. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചെലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. ഇതെല്ലാം അറിഞ്ഞോണ്ട് കണ്ണു അടച്ചിരിക്കാൻ എനിക്ക് പറ്റിയല്ല. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? വാരിക്കുന്തം കൊണ്ടാ തലേ വരാ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ലെന്ന്. മനസ്സിന്നൊന്നും പോയിട്ടില്ല. ഒരു റൂമിൽ ഇരുന്ന് ഒരു വട്ടായി പോയിരുന്നു. ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത്. എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. ഈറ്റെന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. താൻ പറഞ്ഞാല് വല്ല നേരമുണ്ടോ? എന്റെ ഭഗവാനെ, എന്താ ഇത്? നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട. നമ്മളില്ലേ അമ്മക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്ത അടിച്ച് കലക്കിയ. രേണുവിനാണ് ഉദ്ദേശിച്ചത്. ഷൂട്ടിന് പോകുന്ന സമയത്ത് താല്പര്യമില്ല, ഇവനെയും കൂടി കൊണ്ടുപോകുന്നതൊന്നും താല്പര്യമില്ല. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാൻ വേണ്ടത്. എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ, നീ എവിടാ കഴിച്ചാ, ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരും ഇല്ല. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാ മതി, അതിജീവിക്കണം. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത്. എനിക്ക് അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. വെറുതെ വായി തോന്നുന്നു വിളിച്ചു പറയരുത്. വായി തോന്നല്ല സബാനെ, മനസ്സിൽ തോന്നുന്ന. ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. ചുമ്മാ നാട്ടുകാരുടെ മുന്നിൽ നാടകം അഭിനയിക്കുന്ന പേട്ട് കിളയും തൈക്കളയും. എന്താവുന്ന അറിയത്തില്ല. അങ്ങോട്ട് എന്തായാലും നോക്കാം. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടാത്ത നിലയിലാണ് ഞാൻ. താഴ്ന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അറിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ.